PV അൻവർ MLA പെട്ടെന്നുള്ള അറസ്റ്റും അദ്ദേഹത്തിന്റെ ജയിൽവാസവും കേരള രാഷ്ട്രീയത്തിൽ കുറച്ചു ദിവസങ്ങളായി നിറം മങ്ങിപ്പോയിരുന്ന അൻവറിന് കടുത്ത തിരിച്ചുവരവാണ് ഈ ഒരു അറസ്റ്റ് നൽകിയത്. ജനങ്ങളുടെ രോഷം കാരണത്താൽ, അവരുടെ വികാരം കാരണത്താൽ പൊതുമുതൽ നശിപ്പിക്കുക എന്നത് കേരള രാഷ്ട്രീയത്തിൽ സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരു കാര്യത്തെ ഒരുപക്ഷെ രാജ്യദ്രോഹ കുറ്റം എന്നുള്ള നിലക്ക്, അതല്ലെങ്കിൽ വലിയെന്തോ കൊലപാതകം ചെയ്ത നിലക്കായിരുന്നു പോലീസിന്റെ അതിക്രൂരമായ നടപടി. അതും ഒരു ജനപ്രതിനിധിയായ അൻവർ MLAയോട് ചെയ്തത് തീർത്തും ന്യായീകരിക്കാൻ പറ്റാത്ത വളരെ വലിയ ഗുരുതരാവസ്ഥയിലുള്ള ഒരു പിഴവ് തന്നെയാണ് കേരള പോലീസിന്റെ അടുക്കൽ സംഭവിച്ചിട്ടുള്ളത്. അതിന് കേരള പോലീസിനെ അല്ല നമ്മൾ കുറ്റം പറയേണ്ടത്. അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പോലീസുകാര്, മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ എന്ത് നിർദ്ദേശിക്കുന്നു അതനുസരിച്ച് ചെയ്യാൻ നിർബന്ധിതരായ ആളുകളാണ്. അവരുടെ നിർബന്ധത്തിനനുസരിച്ച് പോലീസിന് അത് ചെയ്യേണ്ടി വരും. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൃത്യമായ അജണ്ടയായിരുന്നു അൻവർ കുറച്ചു കാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് അൻവറിനെ അഴിക്കുള്ളിലാക്കിയാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ അൻവറെ കൊണ്ടുള്ള വലിയ രീതിയിലുള്ള തിരിച്ചടികൾക്കൊക്കെ ഒരു അവസാനമാകുമെന്ന് കരുതിക്കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ് ആയിരുന്നു. അൻവർ വെറും 17 മണിക്കൂറാണ് ജയിലിൽ കിടന്നിട്ടുള്ളൂ. അതിനേക്കാളൊക്കെ അപ്പുറം അൻവർ ജയിലിൽ കിടക്കുന്ന ആ സമയം കേരള രാഷ്ട്രീയത്തെ മൊത്തത്തിൽ ഇളക്കി മറിക്കാനും അതുപോലെ തന്നെ വലിയൊരു ജനപിന്തുണ അൻവറിന് നേടിയെടുക്കാനും ഈ ഒരു അറസ്റ്റിലൂടെ അൻവറിന് നേടിയെടുക്കാനും സാധിച്ചു. തുടർന്നുള്ള അൻവറിന്റെ UDF നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയും പാണക്കാടെത്തി സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് സന്ദർശിച്ചതുമൊക്കെ വലിയ രീതിയിൽ കേരള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും തന്നെ അൻവറിന്റെ ഇനിയുള്ള നീക്കങ്ങൾ വളരെ നിർണായകമാണ്. ഈ ഒരു സമയത്ത് അൻവറിന് ഏറ്റവും അനുയോജ്യമായ ഇടമെന്ന് തോന്നുന്നത് അത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ഉൾപ്പെടുന്ന UDFന്റെ ഒരു ഇടം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അൻവറിന്റെ ജനസ്വാധീനം എന്ന് പറയുന്നത് നിലമ്പൂർ പ്രദേശങ്ങളിലാണ്. ഭൂരിഭാഗം മുസ്ലിം കൂടുതലുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ അൻവർ സ്വാഭാവികമായിട്ടും ഇപ്പൊ DMKയുടെ നേതൃത്വത്തിൽ അൻവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ DMK UDFുമായിട്ട് ടൈപ്പ് ആവുകയും അതല്ല എന്നുണ്ടെങ്കിൽ അൻവർ നേരെ UDFിലേക്ക് ലീഗിലേക്ക് കടന്നു വന്നാൽ അത് വലിയ രീതിയിൽ UDFിനും അതേ സമയത്ത് തന്നെ അൻവറിനും ഗുണം ചെയ്യുമെന്നുള്ളതാണ്. മറിച്ച് LDFിലാണ് അൻവർ ഇനിയും തുടരുന്നതെങ്കിൽ അതിന് ഒരു സാധ്യതയുമില്ല. അൻവർ അവിടെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വലിയ രീതിയിലുള്ള അവഗണന നേരിട്ട ഒരാൾ കൂടെയാണ്. അത് അൻവർ കൃത്യമായിട്ട് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അൻവറിനെ പോലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അത് ഏറ്റവും അനുയോജ്യമായ ഇടം UDF തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല.